ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ ഈ ചെയ്യുന്ന വീഡിയോയ്ക്ക് ആധാരമാകുന്നത്. നടി സീമ ജി നായരുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിൽ പറയുന്നത് പോലെ ചില കാര്യങ്ങളുണ്ടല്ലോ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. രാഹുലിനെതിരെ പുതിയ ചാറ്റ് വരുന്നു. ഫോൺ സംഭാഷണങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ MLAക്ക് വേണ്ടിയിട്ട് വീണ്ടും പിന്തുണയുമായിട്ട് നടി സീമ ജി നായർ എത്തുന്നു. ഒരു പുരുഷന് മാത്രമായി തെറ്റ് സംഭവിക്കില്ല എന്നും തെറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണമെന്നും ഏതു തരം സൈബർ ആക്രമണം വന്നാലും താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുമെന്നും പറഞ്ഞുകൊണ്ടുവരുന്ന സീമ ജി നായരെ കാണുന്നു. അപ്പോൾ ആ സീമ ജി നായരുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാവുകയും ചെയ്തു. കാരണം അങ്ങനെ പറയുവാൻ ഒരു സ്ത്രീ തന്നെ കടന്നു വന്നല്ലോ എന്നുള്ളത് കൊണ്ട്. ഞാനും ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെള്ളപൂശാൻ ശ്രമിക്കുന്നതല്ല, പക്ഷേ തെറ്റ് ചെയ്തത് ഒരാൾ മാത്രമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് രണ്ടുപേർക്കും പൂർണ്ണമായിട്ടും അതിനകത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. രണ്ടുപേരും ഉത്തരവാദികളുമാണ്. അത് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ സീമ ജി നായർ എന്ന ഒരു സ്ത്രീ തന്നെ ഇറങ്ങി വന്നത് ശ്രദ്ധേയമായതുകൊണ്ടാണ് അവരുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഇവിടെ വീഡിയോ ആക്കാൻ ശ്രമിക്കുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഒന്ന് വായിക്കാം. അതിങ്ങനെയാണ്: ശുഭദിനം. ഇന്നലെ ചില പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുത്തിട്ടുണ്ട്. അതിന്റെ പേരിൽ സൈബർ അറ്റാക്കും തുടങ്ങിയിട്ടുണ്ട്. അതിൽ തീക്കുട്ടി എന്ന മുഖമില്ലാത്ത വ്യക്തിയിൽ നിന്നും ഏറ്റവും അധികം തന്നെ അധിക്ഷേപിച്ചുകൊണ്ട് തനിക്കെതിരെ പോസ്റ്റ് വന്നിട്ടുണ്ട്. തീക്കുട്ടി പറയുന്നത് തന്നെ എന്റെ സമയമായി എന്നാണ്. ദൈവം തമ്പുരാൻ തീക്കുട്ടിയുടെ രൂപത്തിൽ അവതരിച്ചു എന്നുള്ളത് അടിയൻ അറിഞ്ഞില്ല, പൊറുക്കണേ മുഖമില്ലാത്ത തമ്പുരാനെ എന്നുകൂടി അതിനകത്ത് മറുപടിയായിട്ട് സീമ ജി നായർ ആ കമന്റിന് മറുപടി കൂടി പറയുന്നുണ്ട്. അതായത് തീക്കുട്ടി എന്ന് പേരുള്ള ഒരു സൈബർ കമ്മി, അതാരോ ആയിക്കൊള്ളട്ടെ, ആരോ ഒരാൾ, തീക്കുട്ടി എന്ന് പേരുള്ള ഒരാൾ പറയുന്നത് സീമ ജി നായരുടെ സമയമായി എന്നാണ്. അപ്പോഴാണ് സീമ ജി നായർ അതിന് വളരെ കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നത്. ദൈവം തമ്പുരാൻ തീക്കുട്ടിയുടെ രൂപത്തിൽ അവതരിച്ചു എന്നുള്ളത് അടിയൻ അറിഞ്ഞില്ല എന്നും അത് പൊറുക്കണേ മുഖമില്ലാത്ത തമ്പുരാനെ എന്ന് പറയുന്നുണ്ട്. വളരെ രസകരമായിട്ടാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ കുറിപ്പ് കുറിച്ചിരിക്കുന്നതും അതിന് ഇത്തരത്തിലുള്ള ഒരു മറുപടി നൽകിയിരിക്കുന്നത്. അവർ പറയുന്നത്, ഞാൻ രാഹുലിന് വേണ്ടി കഴിഞ്ഞ 3 മാസമായിട്ട് PR വർക്ക് ചെയ്യുകയായിരുന്നു എന്ന് പിന്നെ ആവശ്യത്തിൽ കൂടുതൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ താഴെ വന്ന് ഈ പോസ്റ്റ് കാത്തിരുന്നത് പോലെ ആക്ഷേപങ്ങൾ വളരെ കൂടുതലുമാണ്. അപ്പോൾ ഇനി ഞാൻ പറയട്ടെ, ഏത് തീക്കുട്ടി വന്ന് എന്തെഴുതിയാലും തേനീച്ചക്കൂട് ഇളകിയ പോലെ സൈബർ അറ്റാക്ക് വന്നാലും ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കും. ആദ്യം ഞാൻ രാഹുലിന് വേണ്ടിയിട്ട പോസ്റ്റിൽ എഴുതിയ വാചകം ഇപ്പോഴും എഴുതുന്നു. അന്നും ഇന്നും പറയുന്നു, തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. അത് തെറ്റ് ചെയ്താൽ മാത്രം, ഒരു പുരുഷന് മാത്രമായിട്ട് തെറ്റ് സംഭവിക്കില്ല എന്നും അതുകൊണ്ട് ഇതൊക്കെ കേട്ട് പേടിച്ച് മൂലയിൽ പോയി ഞാൻ ഒളിക്കുമെന്ന് ഒരു തീക്കുട്ടിയും കരുതണ്ട എന്നാണ് പോസ്റ്റ് പങ്കിട്ടുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, ഈ സീമ ജി നായർ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടൊരു കമന്റ് ഇട്ടത് അല്ലെങ്കിൽ പറഞ്ഞത്? അങ്ങനെ കേൾക്കുമ്പോൾ പൊള്ളുന്നത് ആർക്കാണ്? അപ്പോൾ ആരൊക്കെയോ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നല്ല PR വർക്ക് നടത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് പക്ഷേ സീമ ജി നായരല്ല രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി PR വർക്ക് ചെയ്യുന്നത്, പകരം പുറത്തു നിൽക്കുന്ന ഈ അന്തം കമ്മികളും അന്തം സംഖ്യകളുമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ പലരും പല പോസ്റ്റുകൾ ഇടുമ്പോഴും അല്ലെങ്കിൽ സീമ ജി നായർ ഇട്ട ഈ പോസ്റ്റിന് താഴെയും ഒട്ടനവധി കമന്റുകൾ വന്നിട്ടുണ്ട്. അതിൽ പറയുന്ന പോലെ ഇപ്പൊ ഇവിടെ തന്നെ സീമ ജി നായർ പറഞ്ഞ പോലെ ഏത് തീക്കുട്ടി വന്നാലും ഞാൻ ഇതൊക്കെ കേട്ട് പേടിച്ച് മൂലയിൽ പോയി ഒളിക്കുമെന്ന് ഒരു തീക്കുട്ടിയും കരുതണ്ട എന്ന് പോസ്റ്റ് പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്ന പോലെ ചെങ്കൊടിയുടെ കാവൽക്കാരനിൽ സീമയ്ക്കെതിരെ പോസ്റ്റ് ഉയർന്നു വന്നു. എന്താണെന്നറിയാമോ? സീമ ജി നായരുടെ സമയം വീണ്ടുമായെന്ന് തോന്നുന്നു, ഇന്നു മുതൽ വർക്ക് തുടങ്ങാമെന്നാണ്. ഹൃദയത്തിൽ നിന്നൊരു കുത്തലുണ്ടാവും, കാര്യമാക്കണ്ട. മകളുടെ പ്രായമുള്ള ആ പെൺകുട്ടിയുടെ കരച്ചിൽ അത് ഒരു നീറ്റലുണ്ടാക്കും, അവഗണിച്ചേക്കുക. പച്ച നോട്ടുകൾ തരുന്ന സുഖത്തിന് മുന്നിൽ ഏതു പാപവും ഇഹലോകത്തിൽ മായ്ക്കപ്പെടും. കഴിഞ്ഞ 3 മാസവും നിങ്ങൾ പറഞ്ഞത് പെൺകുട്ടിയുടെ വോയിസ് ക്ലാരിറ്റി ഇല്ല എന്നാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ തൊടാൻ പോകുന്ന ശബ്ദം ഇന്ന് വീണ്ടും എത്തിയിട്ടുണ്ട്. ഒരു പെൺകുട്ടിയുടെ അതിദയനീയമായ കരച്ചിൽ കേട്ടിട്ട് മണിക്കൂറുകൾ ആയതേ ഉള്ളൂ. സീമ, നിങ്ങൾ ഇറങ്ങണം പഴയതിനേക്കാൾ കരുത്തോടെ, അവന് വേണ്ടിയിട്ട് PR വർക്കുമായി. ഇങ്ങനെയൊക്കെയുള്ള കമന്റുകൾ അതിനകത്ത് വരുന്നുണ്ട്. മാത്രമല്ല വേറൊരുത്തൻ പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: എനിക്ക് നിന്നെ ഗർഭിണിയാക്കണമെന്ന് പറഞ്ഞ ഒരുത്തിന് വേണ്ടിയിട്ട് വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് കരുതി നീ അധികം ഡ്രാമ ഇറക്കല്ലേ, വയ്യെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി പറയടി എന്ന് ആക്രോശിക്കുന്ന ഒരുത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങേയറ്റം ജീവിതം നശിച്ചു പോയ ഒരു പെണ്ണിനെ കാൽച്ചുവട്ടിൽ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് അവളെ വീണ്ടും പരിഹസിച്ചുകൊണ്ട് രാഹുലിന് വേണ്ടി നിങ്ങൾ കഴിഞ്ഞ 3 മാസക്കാലം നടത്തിയ ആഹ്ലാദ ആരവങ്ങൾ മലയാളി മറക്കില്ല എന്നാണ്. അപ്പോൾ അവന് വേണ്ടി നടത്തിയ PR വർക്കുകൾ മറക്കില്ല എന്ന് പറയുന്ന കമന്റുകൾ അടക്കം
ഒരു സ്ത്രീ എന്നുള്ള പരിഗണന പോലും നൽകാതെ സീമാജി നായർക്കെതിരെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ കരച്ചിൽ കേട്ടിട്ട് പോലും മനസ്സലിയാത്ത സ്ത്രീയെ നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ എന്നാണ് മറ്റൊരു പോസ്റ്റ്. അതായത് ഒരു പെൺകുട്ടി വിളിച്ചു പറയുന്ന ഗർഭക്കഥയെ കുറിച്ചാണ് ഈ പറയുന്നത്. സ്ത്രീ തന്നെയാണ്, അവർ പറഞ്ഞ അത് ശരിയാണെങ്കിൽ അത് ചെയ്തിട്ടുള്ള ആൾ അതിനകത്ത് ശിക്ഷ അനുഭവിക്കുകയും വേണം. പക്ഷെ അതിന് സീമാജി നായർ പിഴച്ചു. അവരൊരാളോട് സമീപനം സ്വീകരിക്കുകയും അവർ പറയുന്നുണ്ടല്ലോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുലല്ല ആരാണെങ്കിലും ശിക്ഷ അനുഭവിക്കട്ടെ എന്ന്. പിന്നെ എന്താണ് അന്തംഗമ്മികൾ ഇത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? ഇനിയുമുണ്ട്. കൂടാതെ ഈ പൈസ വാങ്ങി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് PR പണിയെടുക്കുന്ന സകല സിനിമാ നടിമാരെയും ഈ അവസരത്തിൽ സ്മരിക്കുന്നു എന്ന കുറിപ്പും ഇതിനകത്ത് പങ്കിടുകയാണ്. അടുത്ത കാര്യത്തിൽ ഇവളുമാരുടേതാവരുതേ ഭഗവാനെ എന്നതടക്കം പരിഹാസ കമന്റുകൾ കൂടി ഉയരുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇതാണ് ഈ ഒരു 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 സംഭവവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതിനകത്ത് പലതരത്തിലുള്ള കമന്റുകൾ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ആ കമന്റുകളെല്ലാം ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെയുള്ള സ്ത്രീ ശാക്തീകരണം എന്ന് പറയപ്പെടുന്ന ഈ അന്തംഗമ്മികൾ തന്നെ നടത്തുമ്പോൾ ലജ്ജ തോന്നുന്നു. അത് പറയാതിരിക്കാൻ കഴിയില്ല. ഇങ്ങനെയല്ല നിങ്ങൾ പ്രതികരിക്കേണ്ടത്. ഒരാളെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗർഭക്കഥയോ ഒരു പെണ്ണിന്റെ ഇത്തരത്തിലുള്ള അവരുടെ അവസ്ഥയോ ഒന്നും ചൂഷണം ചെയ്യുകയോ മുതലാക്കുകയോ ചെയ്യരുത് അന്തംഗമ്മികളെ. അത് ശരിയല്ല എന്ന് കൂടി പറയട്ടെ. അത് ആര് ചെയ്താലും ശരിയല്ല. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത് 100% തെറ്റാണ് തന്നെ ഇരിക്കട്ടെ, അതിന് ശിക്ഷ നൽകേണ്ടത് കോടതിയും പോലീസും നിയമവും നീതിയും ഒക്കെയാണ്. അതെന്തുകൊണ്ട് ആ വഴിക്ക് എന്തുകൊണ്ട് നീങ്ങുന്നില്ല? നിങ്ങളുടെ സർക്കാർ, നിങ്ങളുടെ ഉദ്യോഗസ്ഥർ, നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ്, നിങ്ങളുടെ മുഖ്യമന്ത്രി, ഇവരെല്ലാവരും തന്നെയാണല്ലോ ഭരിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാൻ കഴിയുന്നില്ല? അത് മാത്രം ചെയ്യൂ. ഇങ്ങനെ ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് കാലം അടുക്കുമ്പോൾ മാത്രം ആരെങ്കിലും പെർഫോമൻസ് ചെയ്യുന്ന നല്ല ഇതുപോലുള്ള യൂത്ത് കോൺഗ്രസ്സുകാരെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടികളുള്ളവരെ കാണുമ്പോൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അന്തംഗമ്മികളെ. ആദ്യം പ്രവർത്തനം എത്രത്തോളം മികവുറ്റതാക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു. അല്ലാതെ സ്ത്രീ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനോട് സഹതപിക്കുകയോ അല്ലെങ്കിൽ ആ വിഷയങ്ങളെ കാണാതെ പോവുകയല്ല ചെയ്യുന്നത്. അങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്ത് തീർച്ചയായിട്ടും ഇടപെടണം. അവരുടെ പാർട്ടി ഇടപെട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പോരാതെ ഇനിയും അവർക്ക് ഏതെങ്കിലും പിന്തുണയുമായി വരുന്നവരെ, അത് സ്ത്രീകൾ എന്ന് പോലും ധരിക്കാതെ അല്ലെങ്കിൽ മനസ്സിലാക്കാതെ അവർക്കെതിരെ പരിഹാസ കമന്റുകൾ ഇടുക, അവർക്കെതിരെ ഗർഭകഥകൾ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള വൃത്തികേടുകൾ മാത്രം ചെയ്യാൻ കഴിയുന്ന വെറും പരിഹാസ കൂട്ടങ്ങളായി തീരുകയാണ് ഈ അന്തംഗമ്മികൾ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പിന്തുണച്ചതിൽ തനിക്കെതിരെ ഈ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റായിട്ടും CPM നേതാവായിട്ടും PP ദിവ്യ നടത്തിയ ഒരു പരാമർശം കൂടി സീമാജി നായർക്കുണ്ടായി. അതിനും അവർ മറുപടി നൽകി കഴിഞ്ഞു സീമാജി നായർ. അതും ഈ ഫേസ്ബുക്കിലൂടെ ആയിരുന്നു നടിയുടെ ആ പ്രതികരണവും. PP ദിവ്യ എന്ന് പറയപ്പെടുന്നത് എല്ലാം തികഞ്ഞ മാമാണെന്നും കേരളത്തിൽ മറ്റൊരു വിഷയത്തിനാൽ വേറൊരു വിഷയവും ഇല്ലാത്തതിനാൽ തന്നെ അവർക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് സീമ ഒരു കുറിപ്പിട്ടു. അതിൽ PP ദിവ്യ മാമിന്റെ പോസ്റ്റാണ്, എല്ലാം തികഞ്ഞ ഒരു മാമാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഈ അഭിപ്രായം ഞാൻ ശിരസാ വഹിക്കുന്നതായി രേഖപ്പെടുത്തുന്നു. കേരളത്തിൽ വേറൊരു വിഷയവും ഇല്ലല്ലോ, അതുകൊണ്ട് ദിവ്യ മാമിന് പ്രതികരിക്കാം. പിന്നെ രത്നകിരീടം ഞങ്ങൾക്ക് ചാർത്തി തരുന്നതിൽ നല്ലത് സ്വന്തം തലയിൽ ചാർത്തുന്നതാണ്. ഇത് പറയാൻ കാരണം അനുശ്രീയെയും സീമാജി നായരെ കുറിച്ചും പറഞ്ഞത് ചില രത്നകിരീടങ്ങൾ ചൂടിക്കൊടുക്കേണ്ട നടിമാരുണ്ടെന്നാണ്. അത് അവരുടെ തലയിൽ ചാർത്തി കൊടുക്കണം ഇങ്ങനെയുള്ളവന്മാരെ പുകഴ്ത്തുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട്. അത് PP ദിവ്യ പറഞ്ഞതുകൊണ്ടാണ്. അതിന് വളരെ കൃത്യമായിട്ടുള്ള മറുപടിയാണ് സീമാജി നായർ നൽകിയിരിക്കുന്നത്. രത്നകിരീടങ്ങളെല്ലാം നിങ്ങളുടെ തലയ്ക്കാണ് ചേരുന്നത്. ആ കിരീടം താങ്ങാനുള്ള ശേഷി എൻ്റെ ഒന്നും തലയ്ക്കില്ല എന്നും അത് കുറച്ച് കട്ടിയുള്ള തലയ്ക്ക് പറ്റുമെന്നും സീമ ഫേസ്ബുക്കിലൂടെ പറയുന്നുണ്ട്. കൂടാതെ അതിനകത്തും വരുന്നുണ്ടായിരുന്നു ഇതുപോലത്തെ കമന്റുകൾ. ആ വരുന്ന കമന്റുകൾ വായിക്കണമെങ്കിൽ തൊലിക്കെട്ടി കൂടിയവർക്ക് അതൊക്കെ ദഹിക്കൂ എന്ന് കൂടി പറയട്ടെ. അതിൽ പറയുന്നുണ്ട്, നിരപരാധിയായ ഒരു മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്ത ദുഷ്ട അവളാണ് PP ദിവ്യ എന്ന്. ഒരു പാവം മനുഷ്യന്റെ മരണത്തിലേക്ക് തള്ളിവിട്ട് വെറുക്കപ്പെട്ടവളുടെ വാക്കുകൾ മുഖവിലയ്ക്കെടുക്കുന്നതാണ് തെറ്റ് എന്ന് കൂടി പറയുന്ന കമന്റുകൾ വരുന്നുണ്ട്. മാത്രമല്ല 2 ചെറിയ പെൺകുട്ടികൾക്ക് അച്ഛനില്ലാതാക്കിയതാണ് ഇവൾ. ഇവളെപ്പോലുള്ളവർ പറയുന്നത് എങ്ങനെ വിശ്വസിക്കണം? ഇവൾ തന്നെ ഇത് പറയണമെന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ആ ചില കമന്റുകളിൽ. കുഴിയിൽ കിടന്നുകൊണ്ട് കാലിൽ ചെളി പുരണ്ടവനെ പരിഹസിക്കുന്ന കണ്ണൂർ പ്രധാനമന്ത്രിയുടെ തൊലിക്കട്ടി നമ്മൾ കാണാതെ പോകരുത്. ഇങ്ങനെയൊക്കെ ഇഷ്ടം പോലെ നിരവധി കമന്റുകൾ ഈ പറയുന്ന ഈ PP ദിവ്യയെ പോലുള്ളവർക്കും അവരുടെ പോസ്റ്റിന് താഴെയും വരുന്നുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമാണ് നിരപരാധിയായ ഒരു മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്ത ദുഷ്ട എന്ന് പറയപ്പെടുന്നതും 2 ചെറിയ പെൺകുട്ടികൾക്ക് അച്ഛനില്ലാതാക്കിയ ഇവൾ പറയുന്നത് മുഖവിലേക്ക് എടുക്കരുത് എന്ന് പറയപ്പെടുന്നത്. ഇതൊക്കെ തെറ്റ് തന്നെയാണ് എന്ന് വിളിച്ചു പറയുവാൻ സമൂഹത്തിൽ ചിലരെങ്കിലും ഉണ്ട്. എല്ലാവരും അന്തംഗമ്മികളല്ല എന്നുള്ള കാര്യം മറന്നുപോലും. അതുകൊണ്ട് തന്നെ സീമാജി നായർ എന്ന് പറയപ്പെടുന്ന ആ സ്ത്രീയോട്, ആ വനിതയോട്, അവരോട് നമുക്ക് ബഹുമാനം തോന്നുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കാത്തതല്ല, കൃത്യമായ നിലപാട് പറയുന്നതുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ മാത്രമല്ലല്ലോ ഇത്തരത്തിലൊരു നിലപാട് സീമാജി നായർ മുന്നോട്ട് വെച്ചത്.
സീമാജി നായർ മുൻപും പറഞ്ഞിട്ടുണ്ട്, അവർ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് അവരുടെ കാഴ്ചപ്പാടുകളും നിലപാടുകളും. ആ നിലപാടിൽ നിന്ന് അവർ പിന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ അവരെ ഏതെങ്കിലും വിധത്തിൽ ഈ കോൺഗ്രസ്സുകാരൻ്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയോ PR വർക്ക് ചെയ്യപ്പെടുന്നവരാണെന്നോ അല്ലെങ്കിൽ അവരെ വെള്ളപൂശ നടക്കുന്നവരാണോ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നതിൽ കാര്യമില്ല, അർത്ഥമില്ല. കാരണം സീമാജി നായർ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആരാണോ ഒരു പെൺകുട്ടി തെറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവൾക്ക് നീതി ലഭിക്കണം, അത് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം നിയമപരമായി ശിക്ഷിക്കണം എന്ന് പറയുവാനുള്ള കരുത്ത് അവർ കാണിക്കുന്നുണ്ട്. മാത്രമല്ല പറയുന്ന ഒരു കാര്യമുള്ളൂ, ഒരാൾക്ക് മാത്രം നേടിയെടുക്കാൻ പറ്റുന്നതല്ല, അല്ലെങ്കിൽ ഒരാൾ വിചാരിച്ചാൽ മാത്രം നടക്കുന്നതല്ല തെറ്റ് എന്ന് പറയപ്പെടുന്നു. ഈ തെറ്റിൽ രണ്ടുപേരും ഭാഗവാക്കാണ് എന്ന് പറയപ്പെടുമ്പോൾ അതെങ്ങനെ തെറ്റ്, ഒരു പുരുഷന് മാത്രമായിട്ട് എങ്ങനെ തെറ്റ് സംഭവിക്കുമെന്ന് പറയപ്പെടുന്ന ചോദ്യത്തിന് ഉത്തരം പറയൂ. അത് പറയാൻ ആർക്കും കഴിയില്ല. അപ്പോൾ ചില മാപ്രകൾ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ അത് കണ്ടിട്ടും കാണാതെ പോകുന്നത് ഈ അന്തം കമ്മികളും അന്തം സംഘികളും ചേരുന്ന ഈ സമൂഹത്തിലാണ്. മാത്രമല്ല ഈ കോൺഗ്രസിനകത്ത് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളവർ ഉയർന്നു വരുന്നതിൽ വല്ലാതെ ഈ പറയുന്ന പോലെ അവരോട് അസൂയ പൂണ്ട് നടക്കുന്ന അല്ലെങ്കിൽ അവരുടെ അപ്രതീക്ഷിതമായിട്ടുള്ള കടന്നുവരവുകളെയൊക്കെ വല്ലാതെ സഹിഷ്ണുതയോടുകൂടി കാണാൻ കഴിയാതായി പോകുന്ന വലിയ നേതാക്കന്മാർക്ക് വരെ ഈ രാഹുലിനോടൊക്കെ എതിരഭിപ്രായങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അവരൊക്കെ കൂടി ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇതെന്ന് പറയേണ്ടിയിരിക്കും. ഇനി ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് കൃത്യമായി തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോലീസും നിയമവും നീതിയും കോടതിയും ഒക്കെ കൃത്യമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, കൃത്യമായിട്ടുള്ള ശിക്ഷയും നൽകണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് സീമാജി നായരെ പോലുള്ളവർ അവരുടെ നിലപാടുകൾ പറയുമ്പോൾ അവർക്കെതിരെ ആക്രമണം നടത്തുകയും അവരെ ഗർഭിണിയാക്കണമെന്നും മറ്റുള്ളവരുടെ ഗർഭത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നത് തികഞ്ഞ മണ്ടത്തരവും വൃത്തികേടും പോക്രിത്തനവുമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു.